എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. നാളെ ഏപ്രിൽ 26-ാം തീയതിയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. ഏറ്റവും അടുത്ത് ലഭിക്കുന്ന പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പുകളാണ് പറയുന്നത്. ഇനി നമുക്ക് ഏറ്റവും ആദ്യം ലഭിക്കുക സ്ത്രീ സുരക്ഷാ പെൻഷനാണ്. സംസ്ഥാന സർക്കാരിൻ്റെ സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയിലേക്കുള്ള അപേക്ഷകരുടെ എണ്ണം ഇപ്പോൾ കുതിക്കുകയാണ്. പദ്ധതി തുടങ്ങിയത് ഫെബ്രുവരിയിലാണ്. 10.05 ലക്ഷം പേരായിരുന്നു ഉണ്ടായിരുന്നത് എങ്കിൽ ഇപ്പോൾ 18.18 ലക്ഷമായി ഇത് ഉയർന്നിട്ടുണ്ട്. ഏപ്രിൽ മാസത്തെ പെൻഷൻ വിതരണം ഉടൻ തുടങ്ങും. ഇത് വിതരണത്തിന് വേണ്ട നടപടികൾ സർക്കാർ തലങ്ങളിൽ നിന്നും ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. 35 വയസ്സ് പൂർത്തിയായ സ്ത്രീകൾക്ക് എപ്പോൾ വേണമെങ്കിലും പെൻഷന് അപേക്ഷിക്കാം. എന്നാൽ ഇതുവരെ 12 ലക്ഷത്തോളം ആളുകൾ ഇതിലേക്ക് അപേക്ഷ സമർപ്പിച്ചിട്ടില്ല എന്നുള്ളത് വളരെ അത്ഭുതമാണ്. ഇതിനെക്കുറിച്ച് അറിയാത്തത് കൊണ്ടോ മറ്റ് തെറ്റിദ്ധാരണകൾ കൊണ്ടോ ആയിരിക്കും ഇവർ അപേക്ഷ നൽകാത്തത്. മറ്റ് എല്ലാ കണക്കിലും മുന്നിൽ ഉള്ളതുപോലെ തന്നെ മലപ്പുറം ജില്ലയിലാണ് അപേക്ഷകർ കൂടുതൽ. കാരണം ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ള ജില്ല മലപ്പുറം ജില്ലയാണ്. 2.55 ലക്ഷമാണ് മലപ്പുറം ജില്ലയിലെ അപേക്ഷകരുടെ എണ്ണം. ഇവരിൽ 2.4 ലക്ഷം പേർക്ക് പെൻഷൻ ഇതിനകം തന്നെ കിട്ടിത്തുടങ്ങിയിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയാണ് 2ാം സ്ഥാനത്ത്. 1,91,000 പേരാണ് ഇവിടെ അപേക്ഷിച്ചത്. 1,69,000 പേർക്ക് ഇതിനകം തന്നെ തിരുവനന്തപുരം ജില്ലയിൽ പെൻഷൻ കിട്ടിയിട്ടുണ്ട്. ഏറ്റവും കുറവ് പത്തനംതിട്ട ജില്ലയിലാണ്. 51,479 പേരാണ് അപേക്ഷ നൽകിയത്. ഇതിൽ 44,851 പേർക്കാണ് ഇതിനകം പെൻഷൻ അനുവദിച്ച് വിതരണം ചെയ്ത് തുടങ്ങിയിട്ടുള്ളത്. അപേക്ഷ നൽകിയിട്ടും 1 ലക്ഷത്തോളം ആളുകൾക്ക് ഇനിയും പെൻഷൻ അനുവദിച്ച് തുടങ്ങിയിട്ടില്ല. ഇത്തരം അപേക്ഷകൾ പരിശോധനയിലാണ്. 35 മുതൽ 60 വയസ്സ് വരെ പ്രായമുള്ള മഞ്ഞ, പിങ്ക് റേഷൻ കാർഡ് അംഗങ്ങളായ സ്ത്രീകൾക്കാണ് പെൻഷന് അർഹതയുള്ളത്. സംസ്ഥാനത്തു നിന്നു താമസം മാറുകയോ ജോലി കിട്ടുകയോ ചെയ്താലോ റേഷൻ കാർഡ് തരം മാറ്റി നീലയിലേക്കോ വെള്ളയിലേക്കോ മാറ്റുകയാണ് എങ്കിലോ കിട്ടിക്കൊണ്ടിരിക്കുന്ന പെൻഷൻ മുടങ്ങുന്നതാണ്. അനർഹമായി പെൻഷൻ വാങ്ങുന്നവർക്ക് 18% പലിശ സഹിതം വാങ്ങിയ തുക തിരിച്ച് ഈടാക്കുന്നതാണ്. കഴിഞ്ഞ മാസം 69,000 ആളുകൾക്ക് പുതുതായി പിങ്ക് റേഷൻ കാർഡ് ലഭിച്ചിരുന്നു. ഇതുവരെ വെള്ള, നീല റേഷൻ കാർഡിൽ ഉണ്ടായിരുന്നവരാണ് അവരെല്ലാം. പുതുതായി പിങ്ക് റേഷൻ കാർഡിൽ ലഭിച്ചിട്ടുള്ളവരിൽ 35 മുതൽ 60 വയസ്സുവരെ പ്രായമുള്ള സ്ത്രീകൾ ഉണ്ട് എങ്കിൽ അവർക്കും പദ്ധതിയിലേക്ക് അപേക്ഷ നൽകാവുന്നതാണ്. ഉടനെ തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിലെത്തി ബന്ധപ്പെട്ട രേഖകൾ മുഖാന്തരം അപേക്ഷ നൽകണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. എന്തൊക്കെ രേഖയാണ് വേണ്ടത്, എങ്ങനെയൊക്കെയാണ് എന്ന് നമ്മൾ പലതവണ പറഞ്ഞതുകൊണ്ട് വീണ്ടും ആവർത്തിക്കുന്നില്ല. അപ്പോൾ ഇതുവരെ അപേക്ഷിക്കാത്ത ആളുകൾ അപേക്ഷ നൽകുക. അപേക്ഷ നൽകിയിട്ട് പെൻഷൻ ലഭിക്കാത്ത ആളുകൾ അപേക്ഷയുടെ തൽസ്ഥിതി പരിശോധിക്കുക. സ്റ്റാറ്റസ് പരിശോധിക്കുന്നതിലൂടെ അപേക്ഷ സ്ഥിരീകരിച്ചിട്ടുണ്ടോ, പെൻഷൻ തുക ലഭിക്കുമോ എന്നെല്ലാം കൃത്യമായിട്ട് അറിയാൻ കഴിയും. 1ാം ഗഡു അതായത് ഫെബ്രുവരിയിലെ ആദ്യ ഗഡു ലഭിക്കുകയും 2ാമത്തെ മാർച്ചിലെ ഗഡു ലഭിക്കാത്ത നിരവധി പേരുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഏപ്രിൽ വിതരണം ചെയ്യുമ്പോൾ 2 ഗഡുക്കളായി 1000 ചേർത്ത് 2000 രൂപ ലഭിക്കും എന്നുള്ളതാണ് വിവരം. സംസ്ഥാനത്ത് എല്ലാവരും സെൽഫ് ലോക്ക്ഡൌണിന് വിധേയരാകണമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ അഭ്യർത്ഥിച്ചു. സംസ്ഥാനത്ത് ചൂട് കൂടുന്ന സാഹചര്യത്തിൽ ആരോഗ്യ നിർദ്ദേശങ്ങളുമായി സർക്കാർ എല്ലാവരും പകൽ സമയത്ത് സെൽഫ് ലോക്ക്ഡൌണിന് വിധേയമാകണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട നിർദ്ദേശം. കോവിഡ് കാലത്ത് സമാനമായ രീതിയിൽ പകൽ സമയങ്ങളിൽ കഴിവതും പുറത്തിറങ്ങാതിരിക്കണം എന്നാണ് ഇന്ന് റവന്യൂ മന്ത്രി കെ രാജൻ വ്യക്തമാക്കിയത്. ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവരും ഗർഭിണികളും പ്രത്യേകം സൂക്ഷിക്കണം എന്നും ഉന്നതതല യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കവേ രാജൻ വ്യക്തമാക്കി. എല്ലായിടത്തും സാധാരണത്തേക്കാൾ കൂടുതൽ താപനില രേഖപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ ജില്ലകളിലും ഉഷ്ണതരംഗ മുന്നറിയിപ്പുണ്ട് എന്നും മന്ത്രി വ്യക്തമാക്കി. എല്ലാ ജില്ലകളിലും ഉഷ്ണതരംഗ മുന്നറിയിപ്പുണ്ട്. ജനങ്ങൾ ജാഗ്രത പാലിക്കണം. തീപിടുത്തം, പാമ്പ് ശല്യം ഇവ മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ ജാഗ്രത പാലിക്കണം. പകൽ സമയത്ത് ജനങ്ങൾ അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു. പാമ്പുകടി ഏൽക്കുകയാണ് എങ്കിൽ 108 ആംബുലൻസിൽ പൂർണ്ണ സജ്ജീകരണങ്ങൾ അതിലുണ്ട് എന്നും 108 ആംബുലൻസിലേക്ക് ബന്ധപ്പെടണമെന്നും ആൻറ്റീവനമുള്ള ആശുപത്രികളിലേക്ക് പാമ്പുകടിയേറ്റ ആളെ എത്തിക്കാൻ ആംബുലൻസുകാർ സജ്ജമാണ് എന്നും റവന്യൂ മന്ത്രി വ്യക്തമാക്കി. അതേസമയം കടുത്ത വേനലിലുള്ള പവർ കട്ടിൽ കേരളം വെന്തുരുകുകയാണ്.
അപ്രതീക്ഷിതമായിട്ടുള്ള പവർ കട്ടുകളാണ് രാത്രികാലങ്ങളിൽ ഉണ്ടാകുന്നത്. ഒരു മുന്നറിയിപ്പും ഇല്ലാതെയാണ് വൈദ്യുതി നിയന്ത്രണം എന്നുള്ളത് ജനങ്ങളെ വലക്കുന്നുണ്ട്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ പകലും രാത്രിയും ഒരേപോലെ മണിക്കൂറുകളോളം വൈദ്യുതി പോയിട്ടുണ്ട്. 15 മുതൽ മണിക്കൂറുകൾ വരെ നീണ്ടു നിൽക്കുന്ന ഇടവേള നിരവധി തവണകളാണ് വൈദ്യുതി നിയന്ത്രണം. 10 വർഷമായി പവർ കട്ടില്ല എന്ന മേനി നടിച്ചുകൊണ്ടായിരുന്നു സർക്കാർ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ഈ ഒരു സർക്കാർ തന്നെയാണ് ഇലക്ഷന് ശേഷം ഇത്തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് കടക്കുന്നത്. സർവകാല റെക്കോർഡിലാണ് വൈദ്യുതി ഉപയോഗം എന്ന ന്യായം ഒക്കെ ശരി തന്നെയാണ്. വൈദ്യുതി പ്രതിസന്ധിയാണ്. ഈ ഒരു കാരണം കൊണ്ട് തന്നെയായിരുന്നു മുൻകാലങ്ങളിൽ ലോഡ് ഷെഡിങ്ങും കറണ്ട് കട്ടും ഉണ്ടായിരുന്നത്. എന്നാൽ എല്ലാ വേനലിലും ഇപ്പോഴും ഇതെല്ലാം ഉണ്ട്. കൃത്യമായ ഒരു സമയം പറഞ്ഞ് ആ ഒരു സമയത്ത് കട്ടാക്കുകയാണ് ഇതിലേറെ നല്ലത് എന്നാണ് ജനങ്ങളുടെ അഭിപ്രായം. ഇത് എപ്പോൾ കറണ്ട് പോകുമെന്ന് കൃത്യമായി മുൻകൂട്ടി പറയാനാകാത്ത സ്ഥിതിയാണുള്ളത്. KSEBയിലെ ഫോണുകളെല്ലാം ഊരിമാറ്റി വെച്ച സ്ഥിതിയിലാണുള്ളത്. നിരവധി കിടപ്പ് രോഗികളും ഈ ചൂടിൽ ബുദ്ധിമുട്ടുന്ന അവസ്ഥയുണ്ട്. വരുന്ന ഒരു മാസത്തിലധികം ഈ ഒരു സ്ഥിതി തുടരും എന്നുള്ളതാണ് വിവരം. അതേസമയം അപ്രഖ്യാപിതമായിട്ടുള്ള ലോഡ് ഷെഡിംഗ് സംസ്ഥാനത്തില്ല എന്നും ഓവർലോഡാകുമ്പോൾ സ്വാഭാവിക നിയന്ത്രണം മാത്രമാണുള്ളത് എന്നും വൈദ്യുതി മന്ത്രി കൃഷ്ണൻകുട്ടി വ്യക്തമാക്കി. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മൂന്നാറിലേക്ക് യാത്ര പോകുന്ന ആളുകൾക്ക് മുന്നറിയിപ്പ്. കനത്ത ചൂടും അൾട്രാ വയലറ്റ് ഇൻഡെക്സ് റേറ്റ് 8-ലെത്തിയിരിക്കുന്നതും വളരെ ഗൗരവമാണ് എന്നും യാത്രക്കാർ ജാഗ്രത പാലിക്കണം എന്നും കലക്ടർ അഭ്യർത്ഥിച്ചു. ഗുണനിലവാരമില്ല, വാങ്ങുന്നതെല്ലാം മരുന്നല്ല, പിടിച്ചെടുത്തത് 5.2 കോടി രൂപയുടെ മരുന്ന്. പല പ്രമുഖ കമ്പനികളുടെയും പേരിൽ വ്യാജനും. ഇങ്ങനെയുള്ള ഒരു ഹെഡിങ്ങോട് കൂടിയിട്ടാണ് മനോരമ പത്രത്തിൽ AS ഉല്ലാസ് എന്ന റിപ്പോർട്ടർ ഈ ന്യൂസ് പങ്കുവച്ചിട്ടുള്ളത്. ഇതിൽ തന്നെ പ്രത്യേകം പറയുന്ന ഒരു കാര്യം, പിടിച്ചെടുത്തത് 5 ജില്ലകളിൽ നിന്ന് മറ്റു ജില്ലകളിലെ കണക്കുകൾ ഇപ്പോൾ ലഭ്യമല്ല. അതുകൂടി ലഭ്യമാകുകയാണ് എങ്കിൽ കൂടുതൽ ഉണ്ടാകും എന്നുള്ളതാണ്. സർക്കാർ മരുന്നിലും നിലവാരം ഇല്ലാത്തവ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന കാര്യം. വിവരാവകാശത്തിന് ലഭിച്ചിട്ടുള്ള മറുപടിയിലാണ് ഈ കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് എന്നുണ്ട്. അപ്പോ വിശദമായിട്ട് നോക്കുകയാണ് എങ്കിൽ റിപ്പോർട്ട് ഇങ്ങനെയാണ്. 2 വർഷത്തിനിടെ സംസ്ഥാനത്ത് 5 ജില്ലകളിൽ ഡ്രഗ് കൺട്രോൾ വിഭാഗം നടത്തിയിട്ടുള്ള പരിശോധനയിൽ കണ്ടെത്തിയത് 5.2 കോടി രൂപയുടെ ഗുണനിലവാരം ഇല്ലാത്ത മരുന്നുകൾ. വല്ലപ്പോഴും മാത്രം നടത്തുന്ന പരിശോധനയിൽ തെളിഞ്ഞത് കോടികളുടെ തട്ടിപ്പ് എങ്കിൽ നിലവാരം ഇല്ലാത്ത മരുന്നുകൾ ഇതിന്റെ എത്രയോ മടങ്ങ് വിപണിയിൽ ഉണ്ട് എന്നാണ് ആശങ്കയുണ്ടാക്കുന്ന കാര്യം. മറ്റു 9 ജില്ലകളിലെ കണക്കുകൾ കൂടി ചേരുമ്പോൾ മരുന്നു വിപണിയിലെ തട്ടിപ്പിന്റെ വ്യാപ്തി കുത്തനെ ഉയരും. വൈറൽ പനി, ഹൃദ്രോഗം തുടങ്ങിയ രോഗങ്ങൾക്കുൾപ്പെടെ നൽകുന്ന മരുന്നുകളിൽ ഗുണനിലവാരം ഇല്ലാത്തത് കടന്നുകൂടിയിട്ടുണ്ട് എന്ന് ഡ്രഗ് കൺട്രോൾ വിഭാഗം വിവരാവകാശ നിയമപ്രകാരം വെളിപ്പെടുത്തിയിട്ടുണ്ട്. മറ്റു ജില്ലകളിലെ കണക്കുകൾ ലഭ്യമല്ലാത്തത് പരിശോധന കാര്യക്ഷമമല്ലാത്തത് കാരണമാണ് എന്ന് ഉദ്യോഗസ്ഥർ തന്നെ സമ്മതിക്കുന്നു. നിലവാരം ഇല്ലാത്ത മരുന്നുകളിൽ സർക്കാർ വിതരണം ചെയ്യുന്ന മരുന്നുകളുമുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ സ്ഥാപനമായ കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ 2004 പ്രമേഹം, തലകറക്കം, വെർട്ടിഗോ തുടങ്ങിയ രോഗങ്ങൾക്ക് പാലക്കാട് ജില്ലയിൽ വിതരണം ചെയ്ത 4.39 കോടി രൂപയുടെ മരുന്ന് ഗുണനിലവാരം ഇല്ലാത്തതാണ് എന്ന് കണ്ടെത്തിയെന്നും വിവരാവകാശ മറുപടിയിലുണ്ട്. ഇവ ഡ്രഗ് കൺട്രോൾ വിഭാഗം പിടിച്ചെടുക്കുകയും ചെയ്തു. സംസ്ഥാനത്ത് ഏകദേശം 24,000 മെഡിക്കൽ സ്റ്റോറുകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് കണക്ക്. ഇവയിൽ പരിശോധന നടത്താൻ ആകെ ഉള്ളത് 50ഓളം ഡ്രഗ് ഇൻസ്പെക്ടർമാർ മാത്രമാണ്. പകുതിയോളം മെഡിക്കൽ സ്റ്റോറുകളിൽ വർഷത്തിലൊരിക്കൽ പോലും പരിശോധന നടത്തുന്നില്ല എന്നാണ് വിവരം. പരിശോധനയിൽ മരുന്ന് കണ്ടെടുത്ത് കെമിക്കൽ പരിശോധന കഴിഞ്ഞ് ആ മരുന്നിന്റെ ബാച്ച് മുഴുവൻ നശിപ്പിക്കാൻ ശ്രമം തുടങ്ങുമ്പോഴേക്കും മരുന്നുകളെല്ലാം വിറ്റുകഴിയും എന്നതാണ് ഇപ്പോഴത്തെ സ്ഥിതി. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് 100 കണക്കിന് മരുന്ന് കമ്പനികളാണ് കേരള വിപണിയിൽ മരുന്ന് എത്തിക്കുന്നത്. പല പ്രമുഖ കമ്പനികളുടെയും പേരിൽ വ്യാജനം ഇറങ്ങുന്നുണ്ട്. കോട്ടയത്ത് മാത്രം 67 ഇനം മരുന്നുകളാണ് ഗുണനിലവാരം ഇല്ലാത്തതെന്ന് കണ്ടെത്തി തടഞ്ഞത്. പ്രമുഖ കമ്പനികളുടെ പേരിൽ തന്നെ വൈറൽ പനിക്കുള്ള വ്യാജ ഗുളികകളും കണ്ടെത്തിയിരുന്നു. ഇത് സംബന്ധിച്ച് നെയ്യാറ്റിൻകര കോടതിയിൽ കേസ് നടക്കുന്നുണ്ട്. ഗുണനിലവാരം ഇല്ലാത്തതായി കണ്ടെത്തി പിടിച്ചെടുത്ത മരുന്നുകളുടെ പേരാണ് ഇനി പറയുന്നത്. അറ്റോർവാസ്റ്റാറ്റിൻ, ഇത് കൊളസ്ട്രോളിനുള്ള മരുന്നാണ്. രക്തസമ്മർദ്ദത്തിനുള്ള ക്ലോണിഡിൻ, വെർട്ടിഗോ, തലകറക്കം എന്നിവയ്ക്ക് ഉപയോഗിക്കുന്ന ബീറ്റ ഹിസ്റ്റീൻ എന്ന മരുന്നും ആസ്മ, അലർജി എന്നിവയ്ക്ക് ഉപയോഗിക്കുന്ന മോണ്ടിലുക്കാസ് ലുക്കോട്രിൻ എന്ന മരുന്നും ഗുണനിലവാരം ഇല്ലാത്തതാണ് എന്ന് കണ്ടെത്തി. ആന്റിബയോട്ടിക്കായ ഓഫ്ലക്സാക്സിൻ, രക്തം നേർപ്പിക്കാൻ ഉപയോഗിക്കുന്ന ആക്സ്പിരിൻ, ക്ലോപ്പിഡോഗ്രൽ,
നെഞ്ചിരിച്ചിലിനും ഗ്യാസിനും ഉപയോഗിക്കുന്ന റാബിപ്രസ്റ്റോൾ, ഹൃദ്രോഗത്തിന് ഉപയോഗിക്കുന്ന ഐസോസോർബൈഡ് ഡെനിട്രേറ്റ്, നിക്കോറാൻസിൽ, അൽസമൈസിന് ഉപയോഗിക്കുന്ന ഡോണപൈസിൽ, പ്രമേഹത്തിന് ഉപയോഗിക്കുന്ന ഗ്ലിമിപ്പിറൈഡ്, ഛർദിക്ക് ഉപയോഗിക്കുന്ന ഓൺട്രാൻസെൻട്രോൺ, ഗ്യാസ്ട്രോക്ക് ഉപയോഗിക്കുന്ന പാൻഡോപ്രസോൾ എന്നിങ്ങനെ പോകുന്നു. ഇവയെല്ലാം നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന മരുന്നുകളാണ്. ഇവ പലതും ഗുരുതരമായിട്ടുള്ള ഹൃദ്രോഗം ഉൾപ്പെടെ രോഗങ്ങൾക്ക് ഉപയോഗിക്കുന്ന മരുന്നുകളുമാണ്. നിലവിൽ 5 ജില്ലയിലെ കണക്കുകൾ മാത്രമാണ് ലഭ്യമായിട്ടുള്ളത്. മറ്റുള്ളിടത്ത് പരിശോധന കൃത്യമല്ലാത്തത് കൊണ്ടാണ് കണക്കുകൾ ലഭ്യമല്ലാത്തത്. കോട്ടയത്ത് 16.08 ലക്ഷം രൂപയുടെ മരുന്നും, പാലക്കാട് 4.40 കോടി രൂപയുടെ മരുന്നും, തിരുവനന്തപുരത്ത് 25.15 ലക്ഷം രൂപയുടെ മരുന്നും, ഇടുക്കിയിൽ 24.73 ലക്ഷം രൂപയുടെ മരുന്നും, തൃശൂരിൽ 11.14 ലക്ഷം രൂപയുടെ മരുന്നും കുറഞ്ഞ പരിശോധനയിൽ പിടിച്ചെടുത്തു. കൂടുതൽ പരിശോധന നടത്തുകയാണ് കണക്കുകൾ ഇവിടെ നിന്നും വിടും. പക്ഷേ നമ്മുടെ സംസ്ഥാനത്ത് 24,000-ഓളം മെഡിക്കൽ സ്റ്റോറുകളിൽ പരിശോധന നടത്താൻ 50-ഓളം ആളുകൾ മാത്രമാണ് ഉള്ളത് എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്ന കണക്കാണ്. ഇതേക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ ഒന്ന് കമന്റായി രേഖപ്പെടുത്തുക. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ